ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് കോയിൻസുകൾ ഞാൻ കാണിച്ചായിരുന്നു, ഷോർട്ട് വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ ആ കോയിൻസ് ഏത് വർഷമാണ്, എങ്ങനെയൊക്കെയാണ്, എന്നൊക്കെ ഉള്ളതാണെന്നൊക്കെ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഈ ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാം മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നേരെ ഒന്നും വെയിറ്റ് ചെയ്യാതെ നേരെ വീഡിയോയ്ക്ക് പോകാം. ഗായ്സ്, ഇതാണ് ഗായ്സ് ആദ്യത്തെ തൊട്ട് എന്ന് പറയുമ്പം 5 വയസ്സ് തൊട്ടാണ് ഗായ്സ്. 1993-ലെയാണ് ഈ 5 വയസ്സ് തൊട്ട് കൊടുത്താൽ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന 1 രൂപ 2 രൂപ പൈസയ്ക്കൊക്കെ ഉള്ള മുട്ടായികൾ നമുക്ക് കിട്ടും. ഇതാണ് ഗായ്സിൻ്റെ പ്രവേശം. നമ്മുടെ ഇപ്പോഴത്തെ തൊട്ടുകൂടെ തന്നെ, പക്ഷേ അതിന് ഷേപ്പ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഗൈസ് അടുത്തെന്ന് പറയുമ്പോൾ 10 പൈസ തൊട്ടാണ്. 1973-ലാണ്. അധികം തെളിച്ചം കാണില്ല. 1973 10 പൈസ തൊട്ടാണ് ഗൈസ്. ഇത് കൊടുത്താൽ നമുക്ക് ഇത് മുട്ടായി. അപ്പം നമ്മൾ ഇന്നത്തെ 10 രൂപ പോലെ ആയിരുന്നു. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വില കാണുമായിരിക്കും. ഇത് വേറെ ഷേപ്പാണ് ഗൈസ്, കണ്ടോ. പഴയ തൊട്ടാണെങ്കിൽ മിക്കതും എല്ലാം റൗണ്ട് ഷേപ്പാണ്. പണ്ടത്തെ അങ്ങനെ എല്ലാം ഡിസൈനൊക്കെ ഉള്ളതായിരുന്നു. ഒന്നല്ലാണ്ട് നമുക്ക് അത്യാവശ്യം 3-5 എണ്ണം എല്ലാത്തിൻ്റെ ഉണ്ട്. നമ്മളിപ്പോൾ കാണിച്ചത് 1976-ലെയാണ്. ഇതാ അടുത്തത് 1986-ലെ 10 പൈസ തൊട്ടാണ് ഗൈസ്. ഇതെന്ന് പറയുമ്പം വേറെ ഷേപ്പാണ് ഗൈസ്. മറ്റേ പോലത്തെ ചെറിയ അത്യാവശ്യം കുറച്ച് വലിപ്പം കുറഞ്ഞതാണ് പൈസ. 1986-ലാണ് ഗൈസ്. ഇതിൻ്റെ പ്രവേശം പഴയ പോലെ തന്നെ എംബ്ലം. ഇതിന് നമുക്ക് 3 എണ്ണം ഗൈസ് ആണ്. അടുത്ത ഗൈസ് 10 പൈസ അതിനകത്ത് 20 പൈസ തൊട്ടാണ് ഗൈസ്. 20 പൈസ തൊട്ടാണ്. അതും 1986 തന്നെയാണ്. 20 പൈസ തൊട്ട്. ഇത് നേരത്തെ കാണിച്ചാൽ ഏകദേശം അതേപോലെ ഷേപ്പ് വരുന്നുണ്ട്. അകത്തെല്ലാം ഡിസൈനൊക്കെ ഉള്ളതാണ് ഗൈസ്, ഇപ്പോഴത്തെ പോലെയല്ല. അതിൻ്റെയും ബാക്കിലുള്ള എംബ്ലം അതേപോലെ തന്നെയാണ്. വേറെ ഉണ്ട് ഗൈസ്. ഗൈസ് പഴയ എല്ലാ തൊട്ടുകളും മിക്കതും അലുമിനിയം കൊണ്ടുണ്ടാക്കിയതാണ് ഗൈസ്. ഗൈസ് നമ്മൾ ഇപ്പോൾ 20 പൈസ തൊട്ട് പരിചയപ്പെട്ടു. അടുത്തത് 10 പൈസ തൊട്ടാണ് ഗൈസ്. അത് 1988-ആണ്. അത് നമ്മളിപ്പോൾ കാണിച്ച 2 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് അലുമിനിയം അല്ല, ഇത് സ്റ്റീലാണ്. 1988-ൻ്റെ 10 പൈസ തൊട്ടാണ് ഗൈസ്. എംബ്ലം ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഒരു ഷേപ്പ് മാറിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ. മറ്റേത് വേറെ ഷേപ്പായിരുന്നു. ഇപ്പോൾ എല്ലാം സർക്കിൾ നമ്മൾ ഇപ്പോഴത്തെ ഷേപ്പ് പോലെ ആയിട്ടുണ്ട്. 1988. ഇതുപോലെ തന്നെ കുറേ ഒരുപാടുണ്ട് ഗൈസ്. ആണ് ഇത്രയും തൊട്ടുകളുണ്ട്. ചെറുതാണ് ഗൈസ്. വീഡിയോ കാണാൻ അടുത്ത വർഷം കാണാൻ വലുതായി കാണുന്നതിന് കണ്ടോ, ഇത്ര ചെറുതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഗൈസ് 10 പൈസ തൊട്ട് 1988. അപ്പോൾ ഗൈസ് നമ്മൾ 20 പൈസ തൊട്ട് നമ്മൾ പരിചയപ്പെട്ടു. അടുത്തത് നമ്മൾ 25 പൈസയാണ്. ഇത് 1900 അടുത്തത് 25 പൈസ തൊട്ടാണ് ഗൈസ്. എന്ന് പറയുമ്പോൾ 3ഉം ഒന്നായി തോന്നും, പക്ഷേ ഒന്നല്ല. 3 വർഷം ഇറങ്ങിയ സാധനമാണ് ഗൈസ്. ഈ തൊട്ടെന്ന് പറയുമ്പോൾ 25 പൈസ തൊട്ടാണ്. ഇതിൻ്റെ എല്ലാ പുറകിലും റൈനോസറിൻ്റെ പടമാണ് കൊടുത്തേക്കുന്നത്. ഇത് 1994-ലുള്ളതാണ്. അടുത്തതെന്ന് പറയുമ്പോൾ ഈ 25 പൈസ തൊട്ട് അതും പിറകിലെ റൈനോസറിൻ്റെ പടം തന്നെയാണ്. ഇത് 1999 ഉള്ള പൈസയാണ്. ശേഷം അവസാനത്തത് 25 പൈസ തൊട്ടാണ്. ഇത് 2002-ലുള്ളതാണ്. അതും റൈനോസറിൻ്റെതാണ്. 2002, 2024-ലാണ്. അത് ഈ ഒരു 2000 കാലഘട്ടത്തിലുള്ള തൊട്ടാണ് 25 പൈസ തൊട്ട്.
ഗൈസ് അടുത്തതായി 50 പൈസ തുട്ടാണ്. എന്ന് പറയുമ്പോൾ രണ്ട് വർഷമാണ് കാണുമ്പോൾ അറിയാം. ഈ തുട്ടിനകത്ത് പ്രത്യേകത ഗൈസ്. കാരണം ഇത് ഇപ്പോഴെന്നുള്ള 1986 അല്ലെങ്കിൽ ചിഹ്നം എന്ന് കണ്ട ഫിഷറീസ്, അതായത് മീൻ പിടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അന്നത്തെ തുട്ടുകളിൽ 1980 ആ കാലഘട്ടത്തിലുള്ള തുട്ടുകളിലൊക്കെ അന്നത്തെ തൊഴിലൊക്കെ ഉണ്ടല്ലോ, അതായത് കർഷകർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള പടങ്ങളായിരിക്കും ഇതിൻ്റെ പിറകെ കൊടുക്കാറുള്ളത്. അപ്പോൾ അന്നത്തെ 1 രൂപ തുട്ടിന് പിറകിൽ ഈ കർഷകരെ പടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഒരു വള്ളത്തിൽ 2 പേര് മീൻ പിടിക്കുന്ന പിക്ചറും ഫിഷറീസ് എന്ന് എഴുതിയിട്ടുമുണ്ട്. 1986 50 പൈസ തുട്ട്. അടുത്തതായി വേറൊരു 50 പൈസ തുട്ടാണ്. എന്ന് പറയുമ്പോൾ 2002 ഇതിൻ്റെ പുറകിൽ പാർലമെൻറ്റ് പടമാണ്, നമ്മളെ പണ്ടത്തെ പാർലമെൻറ്റ് പടമാണ്. 2002 ഇതിൻ്റെ പിറകിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ചിഹ്നത്തിനകത്തുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ഒരു മാപ്പിലൊക്കെ ഉള്ള പടമുണ്ടല്ലോ, അതുപോലത്തെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ മണ്ടയിൽ പാർലമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2002 50 പൈസ തൊട്ട്. ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റൊക്കെ മാറി. ഗായ്സ് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് 75ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഇന്ത്യ ഇറക്കിയ 2023 ഇറക്കിയ 1 രൂപ നാണയമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നാണയമാണ് ഗായ്സ്. നല്ല ഭംഗിക്ക് അവർ ചെയ്തിട്ടുണ്ട്. 75ാം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ചെയ്തതാണ്. അതിൻ്റെ പുറകിൽ നമ്മളെ അതിൻ്റെ ചിഹ്നമുണ്ട് ഗായ്സ്. നല്ല ചെയ്തിട്ടുള്ള ആസാദി കാ അമൃത് മഹോത്സവം എന്നൊക്കെ എഴുതിയിട്ടുള്ള, നല്ല ഹിന്ദിയിലും എല്ലാവരും എഴുതിയിട്ടുള്ള നല്ല നമ്മൾ 75ാം സ്വാതന്ത്ര്യ ആഘോഷത്തിനനുബന്ധിച്ച് 2023 ഇറക്കിയ തൊട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാമായിരിക്കും. 20 രൂപ നാണയമാണ്. അതും അതിന് 75ാം ഇതിനനുബന്ധിച്ച് 2023 ഇന്ത്യ ഇറക്കിയതാണ് 20 രൂപ നാണയം. ഇതിലും ആസാദി കാ അമൃത് മഹോത്സവമാണ്. കണ്ടോ, നല്ല തൊട്ടാണ് ഗൈസ്. ഇതിൻ്റെ 10 രൂപ കോയിനൊക്കെ ഉണ്ട്. ബാഗിൽ അശോക സ്തംഭത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നാണയമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട 1 രൂപ നാണയമാണ് ഗൈസ്. ഇതാണ് മറ്റേതിനേക്കാളൊക്കെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇതാണ്. കാരണം ചെറിയൊരിൽ തന്നെ അവർ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, കാരണം സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പം അതിന് സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. പിന്നെ ഇതാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ചാനലിൽ കരാട്ടെ വീഡിയോസും ഫണ്ണി വീഡിയോസ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കും സബ്സ്ക്രൈബ് ആകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മിക്ക കണ്ടന്റുകളും അത് കാണുമായിരിക്കും. ന്യൂസ് അങ്ങനെ കാണാനിരിക്കുന്നത്, ബാക്കിയുള്ള എല്ലാ കണ്ടന്റുകളും അത്യാവശ്യം നമ്മളുണ്ട്. കണ്ടന്റ് റേറ്റ് കയറുന്നുണ്ട് ഷോർട്സിൽ, അല്ലാതെ ഫണ്ണി വീഡിയോസ് കയറുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ബൈ.